2015 ശേഷം വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക്. ഇത് സാധാരണ സന്ദർശനമല്ല, പാകിസ്ഥാൻ സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതെ, സംശയങ്ങൾ വേണ്ട, ഇത് പച്ചയായ സത്യമാണ്. ഇന്ത്യയെ ഒറ്റപ്പെടുത്താമെന്നും വാലാട്ടി തോൽപ്പിക്കാമെന്നും കരുതിയ പാകിസ്ഥാൻ ഒടുവിൽ മനസ്സ് മാറ്റിയിരിക്കുകയല്ല, മറിച്ച് ഇന്ത്യയുടെ അനിവാര്യമായ ശക്തിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ SCO ഉച്ചകോടിയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷണിക്കുമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വ്യക്തമായി പറയാം. അടുത്ത വർഷം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ചാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ COE ഉച്ചകോടി നടക്കുന്നത്. ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി 10 ശക്തമായ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഈ അന്താരാഷ്ട്ര കൂട്ടായ്മ എന്ന് പറയുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിനായി യൂറോപ്യൻ മേഖലയിലെ രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഈ കൂട്ടായ്മയുടെ ആതിഥേയത്വം റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് അംഗരാജ്യങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത്തവണ അധ്യക്ഷനാവുന്നതും ആതിഥേയത്വം വഹിക്കുന്നതും പാകിസ്ഥാനാണ്. സംഘടനയുടെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ അംഗരാജ്യങ്ങൾക്കും ഔദ്യോഗിക ക്ഷണം അയക്കാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥരാണ്. അതിന്റെ ഭാഗമായാണ് പാക് വിദേശകാര്യ വക്താവ് ഈ വിവരം വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചത്. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഈ ക്ഷണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ട് മാറിക്കഴിഞ്ഞു. 2015 ഡിസംബറിലാണ് നരേന്ദ്രമോദി അവസാനമായി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത്. അന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കിടെ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ കുടുംബാംഗങ്ങളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന അപ്രതീക്ഷിതമായി ലാഹോറിലെത്തിയത്. ലോകത്തെ ഞെട്ടിച്ച ആ സന്ദർശനത്തിന് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ നിരന്തരമായ പ്രകോപനങ്ങൾക്ക് അതേ നാണയത്തിലാണ് മോദി സർക്കാർ മറുപടി നൽകിയത്. സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവും ഒക്കെ നൽകിയ സന്ദേശം വളരെ വ്യക്തമായിരുന്നു. ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ സ്വന്തം മണ്ണിൽ കയറി തിരിച്ചടിക്കും. ഇന്ന് ആഗോളതലത്തിൽ ഇന്ത്യയെ ഒഴിവാക്കി ഒന്നിനും കഴിയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഓഗസ്റ്റ് 1 നടക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറും പാക് വിദേശകാര്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമോ എന്ന ചോദ്യത്തിന് ചർച്ചയ്ക്കായി ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാണ് പാക് വക്താവിന്റെ മറുപടി. ഇതിൽ നിന്നും വ്യക്തമല്ലേ, നമ്മൾ ചോദിച്ചല്ല, അവർ നമ്മളെ തേടി വരുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ വിദേശ നയം വളർന്നിരിക്കുന്നു എന്ന്. ഇനി ചിലർക്ക് തോന്നാം, ഇതുവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര ആവേശമെന്ന്. ശരിയാണ്, ഇപ്പോൾ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓർക്കുക, പാകിസ്ഥാൻ ആഗ്രഹിച്ചതുകൊണ്ടോ മനസ്സലിഞ്ഞതുകൊണ്ടോ മാത്രം മാറ്റി പറയുന്നതല്ല ഇത്. 10 രാജ്യങ്ങൾ ഉള്ള ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. ഇന്ന് ലോകവേദിയിൽ എല്ലാ മേഖലകളിലും ഇന്ത്യ തിളങ്ങി നിൽക്കുന്ന ഒരു മഹാശക്തിയാണ്. അപ്പോൾ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഇന്ത്യ ഇല്ലാതെ പാകിസ്ഥാൻ നടത്തുന്ന ഈ ഉച്ചകോടിക്ക് ഒരു നിലനിൽപ്പുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മണ്ണിലേക്ക് ഇന്ത്യയെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ പാക് ഭരണകൂടം നിയമപരമായി തന്നെ നിർബന്ധിതരായിരിക്കുകയാണ്. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ, പാകിസ്ഥാൻ ഈ ഉച്ചകോടിക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ രാജ്യത്തിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ലോകത്തിനറിയാം. സ്വന്തം രാജ്യത്ത് രൂക്ഷമായ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും നേരിടുന്ന പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തങ്ങൾ സമാധാനവാദികളാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ഒരു നാടകം മാത്രമാണിത്. ഇന്ത്യയെയും നരേന്ദ്രമോദിയും വേദിയിലേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ മുഖം രക്ഷിക്കാൻ പോലും ഉപകരിക്കില്ല. വർഷങ്ങളായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാന് SCO ഉച്ചകോടി വിജയകരമായി നടത്തണമെങ്കിൽ ഇന്ത്യയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മറ്റു വഴികളില്ലാതെ ഇവർ ഈ പ്രഖ്യാപനം നടത്താൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന്റെ സന്മനസ്സല്ല, മറിച്ച് ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് മുന്നിൽ അവർ കീഴടങ്ങിയതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് വലിയ അന്താരാഷ്ട്ര സമ്മേളനം നടന്നാലും അവിടെ ഇന്ത്യയുടെ നിലപാടുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ചില്ലറയല്ല. അതിപ്പോൾ അമേരിക്ക ആയാലും റഷ്യ ആയാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ നിലപാടിനെ ഇന്ന് എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
തങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഉച്ചകോടിയിൽ ഇന്ത്യയെ ഒഴിവാക്കാൻ പാകിസ്ഥാന് ഒരിക്കലും കഴിയില്ല. ഒരു വശത്ത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ മാന്യത നടക്കുകയും മറുവശത്ത് ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടുകയും ചെയ്യുക എന്ന കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പാക് ഭരണകൂടം. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ അന്താരാഷ്ട്ര മര്യാദകളുടെ പേരിൽ ഇന്ത്യക്ക് മുന്നിൽ തലകുനിക്കേണ്ടി വരുന്ന പാകിസ്ഥാന്റെ ഈ ഗതികേട് തന്നെയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി പാകിസ്ഥാന്റെ മുന്നിൽ മോദി പോകുമോ എന്നാണ് അടുത്ത ചോദ്യം. അഫ്ഗാനിസ്ഥാനിൽ മടങ്ങി വരുമ്പോൾ ലാഹോറിൽ അപ്രതീക്ഷിതമായി ഇറങ്ങിയ ലോകത്തെ ഞെട്ടിച്ച അതേ മോദി തന്ത്രം തന്നെയാണോ ഇനിയും ആവർത്തിക്കാൻ പോകുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ്. പാകിസ്ഥാന്റെ ക്ഷണത്തെ ഇന്ത്യ പൂർണ്ണമായും അംഗീകരിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെയാണ് ഈ വാർത്തയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ കൺമുന്നിൽ ഇന്ത്യയുടെ വളർച്ചയും നരേന്ദ്രമോദിയുടെ ശക്തമായ നയതന്ത്ര നേതൃത്വവും ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മഹാശക്തിയായി ഇന്ത്യ മാറുമ്പോൾ ആഗോള വേദികളിലെ നിർണായക ശബ്ദമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. അത്തരമൊരു കരുത്തുറ്റ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വന്തം മണ്ണിലേക്ക് സ്വാഗതം ചെയ്യാൻ പാകിസ്ഥാൻ ഭരണകൂടം നിയമപരമായി തന്നെ ഇപ്പോൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഇന്ത്യയുടെ വിദേശനയ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ നേട്ടമാണ്. ഭീകരവാദവും ചർച്ചയും ഒരിക്കലും ഒരുമിച്ച് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ആഗോള ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ ഉയർത്തുന്ന ഈ മേധാവിത്വം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം മാനോളം ഉയർത്തുന്ന ഒന്നാണ്. വർഷങ്ങളായി ഇന്ത്യയോട് പുലർത്തി വന്ന അഹങ്കാരം എല്ലാം മാറ്റിവെച്ച് തങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന വേദിയിലേക്ക് ഇന്ത്യയും നരേന്ദ്രമോദിയും ക്ഷണിക്കാൻ പാകിസ്ഥാൻ ഒടുവിൽ മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്ത്യയില്ലാതെ പാകിസ്ഥാൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിക്കും ഒരു നിലനിൽപ്പുമില്ല എന്ന ഒരു സത്യമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ലോകവേദികളിൽ നരേന്ദ്രമോദി തിളങ്ങി നിൽക്കുന്ന ചരിത്ര നിമിഷങ്ങൾ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. G20 ഉച്ചകോടി മുതൽ ലോകത്തിന്റെ ഏത് വലിയ കോണിലായാലും ഇന്ത്യയുടെ സമാനതകളില്ലാത്ത വളർച്ചയും മോദിയുടെ ശക്തമായ നയതന്ത്ര നേതൃത്വവും ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം. ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മഹാശക്തിയായി ഇന്ത്യ മാറുമ്പോൾ ആഗോള വേദികളിലെ ഏറ്റവും നിർണായകമായ ശബ്ദമായി നമ്മുടെ രാജ്യവും മാറിക്കഴിഞ്ഞു. ശത്രു രാജ്യങ്ങൾ പോലും ഇന്ന് മോദിയെ പുകഴ്ത്തേണ്ടി വരുന്നു. ഇതാണ് ഇന്ത്യയുടെ പവർ, ഇതാണ് മോദിയുടെ കഴിവ്. ഇന്ത്യയില്ലാതെ പാകിസ്ഥാൻ നടത്തുന്ന ഒരു കളിയും അവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ് നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ പവർ എന്ന്. ശത്രു രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയെ പുകഴ്ത്തേണ്ടി വരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും മുതൽ ഏഷ്യൻ ശക്തികൾ വരെ ഇന്ത്യയുടെ വാക്കുകളെ അതീവ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഡൽഹിയുടെ അനുമതി നിർണായകമായി മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഒരു കാലത്ത് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ശക്തികൾ പോലും ഇന്ന് ഡൽഹിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മാസ്റ്റർ പീസ് വിജയമാണ്. സാമ്പത്തികമായും സമാധാനപരമായുള്ള ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം ലോകരാജ്യങ്ങൾക്കിടയിൽ നമുക്ക് നൽകുന്ന സ്ഥാനം സമാനതകളില്ലാത്തതാണ്. അപ്പോൾ ഇതാണ് പുതിയ ഇന്ത്യ എന്ന് എല്ലാവരും മോദിയെ അംഗീകരിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ ക്ഷണത്തോടുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം വരും ദിവസങ്ങളിൽ അറിയാൻ നമുക്കെന്തായാലും കാത്തിരിക്കാം. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പോകുമോ അതോ പതിവ് പോലെ പാകിസ്ഥാനെ തഴയുമോ? കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.